നമുക്ക് കുറച്ച് മത്തി ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളത് കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് കൊണ്ടുവച്ചിരിക്കുകയാണ്. അതിന് ചേർക്കേണ്ട ചേരുവകൾ: ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി മസാലപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ശകലം ഗരം മസാലപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇടുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് പരട്ടുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് പാത്രം ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഓരോ മത്തി പറക്കി കൊടുക്കാം. മീൻ വറുക്കാനുള്ള പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വറുക്കാനുള്ള മീൻ പറക്കിയിടാവൂ. അന്നേരം നമുക്ക് ഒട്ടിപ്പിടിക്കാതെയൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് മീൻ തിരിച്ചിടാനും അത് ഇളക്കിയെടുക്കാനൊക്കെ പാടുമില്ല, അടിക്ക് പിടിക്കത്തുമില്ല. അതുകൊണ്ട് എണ്ണ ചൂടായതിന് ശേഷമേ നമ്മൾ മീൻ വറുക്കാൻ പറക്കിയെടുക്കാവൂ. ഇപ്പോൾ മത്തിയെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് മുരിയാൻ വരെ നമുക്ക് ചെറിയ തീയിലടച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്ക് മീൻ ഒന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മീൻ അടിക്ക് പിടിക്കുകയും മീൻ പൊട്ടിപ്പോവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഉണ്ടോ ഒരു മീനും പൊട്ടിയിട്ടുമില്ല. ഉണ്ടോ അടിപൊളിയായിട്ട് ഫ്രൈ ആയിരിക്കുന്നുണ്ടോ. ചെറിയ തീയിൽ വേണം മീൻ വറുക്കാൻ വെക്കാൻ. അതായത് നമ്മൾ ഈ ചേരുവകളൊക്കെ ചേർത്ത് ചെറിയ തീയിൽ വെച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ വേവുകയും ചെയ്യും, കരിയത്തുമില്ല, നല്ല ഫ്രൈ ആവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഉണ്ടോ ഒരു സൈഡ് മൊത്തം നമ്മൾ നല്ല വൃത്തിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇത് ചെറിയ തീയിൽ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് നമ്മുടെ മത്തി എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇളക്കാനും പാടില്ല, എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കും. നമ്മൾ അതിനകത്തോട്ട് സവാള അറിയും. സവാള ആ ചെറിയ ആവിക്കകത്ത് അതൊന്ന് അതിനകത്ത് നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡിയായിരിക്കും.